സ്ട്രോങ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. ഇന്ന് സ്റ്റോക്ക് 5% ഉയർന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്കിൽ 5% ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 214. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.74. ഇറാഡ എന്ന കമ്പനിയുടെ സ്ട്രോങ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇറാഡ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് സർവീസ് നൽകുന്ന NBFC സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഇറാഡയുടെ ലോൺ സാങ്ഷൻ ഇയർ ഓൺ ഇയറിൽ 14.6% വർദ്ധിച്ച് 32,587 കോടിയിൽ നിന്നും 37,354 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 16% വർദ്ധിച്ച് 25,089 കോടിയായി മാറിയതും ലോൺ ബുക്ക് ഇയർ ഓൺ ഇയറിൽ 26.71% വളർച്ച കൈവരിച്ച് 47,076 കോടിയിൽ നിന്നും 59,650 കോടിയിലേക്ക് ഉയർന്നതുമാണ് ഈ കമ്പനിയെ സംബന്ധിക്കുന്ന പോസിറ്റീവായിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതുമായ ബിസിനസ് അപ്ഡേറ്റ്സ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 180% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ അതായത് 2024 മാത്രം സ്റ്റോക്ക് 43% റിട്ടേൺ നൽകി. ഇതുകൂടാതെ സ്റ്റോക്ക് എല്ലാ മൂവിംഗ് ആവറേജ് ലൈനുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതും ഒരു പോസിറ്റീവ് ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. റെലീഗർ ബ്രോക്കിംഗ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 160 രൂപയുടെ ടാർഗറ്റ് നൽകി 142 രൂപ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടിപ്സ് ടു ട്രേഡേഴ്സും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 185 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 185 എന്ന ലെവലിൽ സ്റ്റോക്ക് മറികടക്കുകയാണെങ്കിൽ 182 വരെ സ്റ്റോക്ക് ഉയർന്നേക്കാമെന്നാണ് ടിപ്സ് ടു ട്രേഡ്സ് പറയുന്നത്. ഇവിടെ 142 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനാണ് ടിപ്സ് ടു ട്രേഡും പറയുന്നത്. ഇറാഡ എന്ന കമ്പനി ഒരു മിനി രത്ന കമ്പനിയാണ്. ഈ കമ്പനി കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 67% വർദ്ധിച്ച് 335 കോടിയായി ഉയർത്തിയിരുന്നു. കൂടാതെ അസറ്റ് ക്വാളിറ്റി 2.03% നിന്നും 1.52% കമ്പനി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിലും റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്ട്രോങ് ഡിമാൻഡിൻ്റെ പശ്ചാത്തലത്തിലും കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനുകളുടെ പശ്ചാത്തലത്തിലും നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ പരിഗണിക്കാം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 142 രൂപയുടെയോ 138 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 165, 175, 180 ഈവൻ 200 പോലുള്ള ടാർഗറ്റുകൾ ഇറാഡയിൽ നിന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ് ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 4.42% ഉയർന്ന് 1,569 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1,800, 52 വീക്കിലോ 1,047. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് 4% റിട്ടേൺ ആണ് നൽകിയത്. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് മാർജിനലി 1% മാത്രമേ റിട്ടേൺ നൽകിയുള്ളൂ. APL അപ്പോളോ ട്യൂബിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് ഇന്ന് സ്റ്റോക്ക് 4% ഉയർന്നത്. കഴിഞ്ഞ ദിവസവും നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. മെറ്റൽ ഇൻഡെക്സ് 3.74% റിട്ടേൺ നൽകിയപ്പോൾ APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 1.36% റിട്ടേൺ മാത്രമാണ് നൽകിയത്. ഇനി APL അപ്പോളോ ട്യൂബുമായി ബന്ധപ്പെട്ട ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. APL അപ്പോളോ ട്യൂബിൻ്റെ സെയിൽസ് വോളിയം 6.78 ലക്ഷം ടണ്ണായി മാറിയിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഹയസ്റ്റ് ക്വാർട്ടർലി സെയിൽസ് വോളിയമാണ്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ റിപ്പോർട്ടഡ് സെയിൽസ് വോളിയം ഇയർ ഓൺ ഇയറിൽ 15% വർദ്ധിച്ച് 26.18 ലക്ഷം ടണ്ണായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കമ്പനി ദുബായിലും റായ്പൂരിലും പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു. ഈ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 50%-ത്തിലടുത്തേക്ക് കമ്പനി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ 56%-ൽ നിന്നും 58%-ത്തിലേക്ക് ഉയർന്നു. APL അപ്പോളോ സെയിൽസിൻ്റെ 2022-24 ഫിനാൻഷ്യൽ ഇയറിലെ സെയിൽസ് ഗ്രോത്ത് 22% CAGR-ന് അടുത്തായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ സ്ട്രോങ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും ചിലപ്പോൾ പ്രതിഫലിച്ചേക്കും.
APL അപ്പോളോ ട്യൂബ് 1800 എന്ന ലെവലിൽ നിന്നും കറക്റ്റായി സ്റ്റോക്കിന് 1400-അടുത്തൊരു സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും 1550 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ 1800, 1780 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്